എന്നെ കേൾക്കുന്നവരിൽ കുറച്ചു പേരെങ്കിലുമൊക്കെ ഡിവോഴ്സ്ഡ് ആയവര് ഉണ്ട്, വിവാഹമോചിതരായവര് ഉണ്ട്. മലാക്കി പുസ്തകം 2:16 ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. വിവാഹമോചിതരായവരോട് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് വെറുക്കുന്നത് വിവാഹമോചനത്തെയാണ്, നിങ്ങളെ അല്ല. നിങ്ങളെ കർത്താവ് വെറുക്കുന്നില്ല പ്രിയമുള്ളവരെ. മറിയമേ, നിന്നെ സമീപിക്കുമ്പോൾ എൻ്റെ പാദരക്ഷകൾ ഞാൻ അഴിച്ചു വെക്കണമോ? യൗസേപ്പിനോട് കർത്താവ് ബലിയാക്കാൻ ആവശ്യപ്പെട്ടത് സ്വയം ആത്മദാനത്തിന്റെ ബലിയർപ്പണം നടത്തുകയാണ് യൗസേപ്പ്. സ്വയം മുറിച്ചു നൽകി അവൻ ബലിയർപ്പിക്കുകയാണ്. എന്തിന്? ദൈവത്തെ പ്രതി, ദൈവമേഖലയോട്, ദൈവിക രഹസ്യങ്ങളോട് അവൻ പുലർത്തുന്ന ആദരവ് കർത്താവിന് 1-ാം സ്ഥാനം. അത്തരമൊരു ആത്മദാനത്തിന്റെ ബലിയർപ്പണം നടത്തുന്ന യൗസേപ്പ് വളർത്തിയ മകനാണ് കാൽവരിയിൽ ആത്മദാനത്തിന്റെ മൂർത്തരൂപമായി ബലിയർപ്പണം നടത്തിയതെന്ന് ഓർക്കണേ. വിശുദ്ധ യൗസേപ്പ്. മാർച്ച് 19 മാർ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായി ഫീഡ് മൈ ഷീപ്പ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്പെഷ്യൽ പ്രോഗ്രാമാണ് വിശുദ്ധ യൗസേപ്പ്. നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ പിതാവായ മാർ യൗസേപ്പിനെ കുറിച്ച് നമുക്ക് അത്ര അറിവില്ലാത്ത, ധാരണയില്ലാത്ത കാര്യങ്ങൾ കേട്ട് നമ്മൾ ഈ ധ്യാനം, ഈ പ്രബോധനം, ധ്യാനത്തെക്കാളേറെ ഇതൊരു ടീച്ചിങ് സെഷനാണ്, ഒരു ടീച്ചിങ് സീരീസ് ആണ്. ഇനി ഫീഡ് മൈ ഷീപ്പിൽ വരാനിരിക്കുന്ന പല ഇത്തരം പ്രബോധനങ്ങളുടെ ആരംഭം കുറിക്കൽ കൂടിയാണ് ഈ യൗസേപ്പ് സീരീസ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പൊ ഇതില് താല്പര്യത്തോടെ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിന് വീണ്ടും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്കാണ്, റിവ്യൂസ് ആണ്. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിന്റെ വാട്സാപ്പിലേക്ക് അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തങ്ങളായ റിവ്യൂസ്, ഫീഡ്ബാക്സ് വളരെ സന്തോഷത്തോടെ ആളുകൾ നൽകുന്നത് നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഈ ടീമിനെ തന്നെ. അതിൽ തന്നെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ആ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് പറയാതെ ഇരുന്നതാണ്. പലതരത്തിലുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി കർത്താവ് ഇടപെടുന്നതിൻ്റെ സാക്ഷ്യങ്ങളുടെ എണ്ണമേറുന്നുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് ഇന്നലെ രാത്രി എനിക്കെത്തിയ ഒരു സന്ദേശം, തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ത്രീ പറയുന്നത്, അവർക്ക് അപ്പൻ നഷ്ടപ്പെട്ടു പോയി, ഒരു ജീവിതത്തിൽ ഒരു പ്രത്യേക ക്രൈസിസ് സിറ്റുവേഷൻ വന്നു, ഒരു വലിയ ബുദ്ധിമുട്ടിന്റെ നേരം വന്നു. യൗസേപ്പിനോട് അങ്ങനെ മുൻപേ വലിയ ഭക്തി, വണക്കം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി, എന്നാ പിന്നെ യൗസേപ്പിനെ അപ്പനായി കണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചു. പ്രാർത്ഥിച്ച കാര്യം, അവരാ കാര്യം മുഴുവൻ എന്നെ വർണ്ണിച്ച് കേൾപ്പിച്ചു. കേട്ടപ്പോൾ എനിക്കും അത്ഭുതവും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത്, റിപ്ലൈ അയച്ചതാണ്, യൗസേപ്പല്ലേ നമ്മുടെ അപ്പനല്ലേ, അപ്പൻ നോക്കും. അത് അവർ അനുഭവിച്ചതിൻ്റെ ഒരു വലിയ നല്ല സാക്ഷ്യവും. അങ്ങനെ പല രീതിയിൽ പല ആളുകൾ ഇതിൻ്റെ റിവ്യൂസ് സാക്ഷ്യമായി, സന്തോഷമായി ഒക്കെ അറിയിക്കുമ്പോൾ വീണ്ടും ദൈവത്തിന് മുമ്പാകെ യൗസേപ്പ് എന്ന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അപ്പായി ഓർത്ത് നന്ദി പറഞ്ഞാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഒപ്പം പിന്തുണ നൽകുന്നവർ, അതിൽ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത്, നമുക്കറിയാം ഫീഡ് മൈ ഷീപ്പിന്റെ ശുശ്രൂഷയിലേക്ക് പിന്തുണ നൽകുന്നവര്, ബെനഫാക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അവർ പിന്തുണ നൽകുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റുന്നത്. അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതാ, ഇന്ന് ഇത് നിങ്ങളിലേക്ക് എത്തുന്ന ദിവസം തന്നെ, ഇത് ഷൂട്ട് ചെയ്യുന്നത് കയ്യോടെയാണെന്ന് നിങ്ങൾക്കറിയാം, അന്നത്തേക്കുള്ളത് ഷൂട്ട് ചെയ്ത് എത്തിക്കുകയാണ്. ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയത്, സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച, ഞാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി എന്ന സ്കൂളിലാണ് 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ പഠിച്ചത്. അന്ന് എൻ്റെ കൂടെ പഠിച്ചൊരു സഹപാഠി ഇതിലേക്കൊരു പിന്തുണ അറിയിക്കുകയായിരുന്നു. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ തലമുറയ്ക്ക്, തീർച്ചയായിട്ടും ഞങ്ങളുടെ ബാച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛനായിട്ട് ആ സ്കൂളിൽ നിന്ന് വൈദിക ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അത്തരമൊരു ശുശ്രൂഷയിലേക്ക് ആളൊരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നല്ല പ്രൊഫഷൻ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതിനപ്പുറത്ത് ആളെക്കുറിച്ച് ഒന്നും പറയരുതെന്ന് നിർബന്ധം പറഞ്ഞത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമൊക്കെ പിന്തുണ തരുമ്പോൾ അതും സന്തോഷം. അപ്പോൾ യൗസേപ്പ് പിതാവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിടയിൽ. യൗസേപ്പിനെ കൂടുതൽ അറിയുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന നാളുകളായി ഇത് മാറട്ടെ. 2025 മാർച്ച് 19 യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഇന്നേ വരെ ആഘോഷിക്കാത്തതുപോലെ യൗസേപ്പ് അപ്പായോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞ്
നമുക്ക് ആഘോഷിക്കാൻ ഒരുങ്ങാം. ഇത്തവണ തിരുനാളിൻ്റെ പ്രത്യേകത ആയിരിക്കണം, നമുക്കതിൻ്റെ ആഘോഷങ്ങളും ആരവങ്ങൾക്കും അപ്പുറത്ത് ആ തിരുനാൾ ദിനത്തിൽ യൗസേപ്പിനോടുള്ള സ്നേഹം കൊണ്ട് ഉള്ളു നിറഞ്ഞ് ഒരു പരിശുദ്ധ കുർബാന അർപ്പിച്ച് യൗസേപ്പിന്റെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഈ 6-ാം നാളിൽ ചിന്തിക്കുന്ന വിഷയം നീതിമാനായ യൗസേപ്പിനെ കുറിച്ചാണ്. ദ ജസ്റ്റ് മാൻ, നീതിമാനായ യൗസേപ്പ്. നമ്മൾ ഇതിനു മുമ്പ് പല ആവർത്തി യൗസേപ്പിനെ കുറിച്ച് പലരും പറഞ്ഞ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഈ നീതിമാൻ? ബൈബിൾ അനുസരിച്ച് നീതിമാൻ എന്ന് വെച്ചാൽ വൺ ഹു ലിവ്സ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവതിരുഹിതം ജീവിക്കുന്നവനെ വിളിക്കുന്ന പേരാണ് നീതിമാൻ. ദൈവതിരുഹിതം ജീവിക്കുന്നവനെ വിളിക്കുന്ന പേര്. സെക്കുലർ അർത്ഥം എന്താ? ജസ്റ്റിന്റെ ബീങ് ജസ്റ്റ് മീൻസ് ഗിവിങ് വൺസ് ഡ്യൂ. അർഹതപ്പെട്ടത് കൊടുക്കുന്നവൻ നീതിമാൻ. ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കുന്നവൻ നീതിമാൻ. അപ്പോൾ ബൈബിൾ അനുസരിച്ച് ദൈവതിരുഹിതം നിറവേറ്റുന്നവൻ എപ്പോൾ? സാഹചര്യങ്ങൾക്കും അപ്പുറത്ത്, വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കും അപ്പുറത്ത്, എല്ലാം നല്ലതായിരിക്കുമ്പോഴും എല്ലാത്തിൻ്റെയും താളം തെറ്റുമ്പോഴും, ജീവിതം ക്രമമായി പോകുമ്പോഴും ക്രമം തെറ്റുമ്പോഴും ദൈവതിരുഹിതം നിറവേറ്റുന്നവന്റെ പേരാണ് നീതിമാൻ. അത്തരമൊരു നീതിമാനായ ജോസഫിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ബൈബിളിൽ നിന്നാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ആ സംഭവത്തിൽ എങ്ങനെ യൗസേപ്പ് നീതിമാനായി, അതായത് താൻ വിവാഹമുറപ്പിച്ച തൻ്റെ ഭാര്യയായ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. അത്തരമൊരു രംഗം, അത്തരമൊരു സാഹചര്യത്തോട് എങ്ങനെയാണ് നീതിമാനായ യൗസേപ്പ് പ്രതികരിച്ചത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ പഠനം. നമ്മൾ വായിക്കുന്നിടത്തൊക്കെ നമ്മൾ വായിക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് വായിക്കുന്നവർ കേൾക്കുന്നത് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ്. മലയാളത്തിൽ നമ്മൾ കാണുന്നത് മെനി ട്രാൻസ്ലേഷൻസ്, പല തർജിമകളിലും കാണുന്നത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മൾ വായിക്കുന്ന അങ്ങനല്ലേ? 19-ാമത്തെ വാക്യം, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതാണ് നമ്മുടെ മുമ്പിലെ ഇന്നത്തെ പ്രോബ്ലം. ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ ടോക്ക്. നിങ്ങൾ ഈ ദിവസങ്ങളിലെ ടോക്കുകളൊക്കെ ശ്രദ്ധയോടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അതിലുപരിയായൊരു ശ്രദ്ധയും അതിലുപരിയായ താല്പര്യവും പങ്കുവെക്കലും വേണം ഇന്നത്തെ ടോക്ക്. കാര്യം എന്താ അറിയാമോ? യൗസേപ്പ് നീതിമാനായ യൗസേപ്പ് പറയുന്നു തൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ അവന്റെ പ്രതികരണം, റെസ്പോൺസ് ടു ദാറ്റ് സിറ്റുവേഷൻ എന്താണ്? നമ്മൾ വായിക്കുന്നത് അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു പ്രോബ്ലം ഇവോൾവ് ചെയ്യുകയാണ്, ഒരു പ്രശ്നം ഉരുത്തിരിയുകയാണ്. എന്താണ് പ്രശ്നം? നീതിമാനായ യൗസേപ്പിന് എങ്ങനെയാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കാൻ പറ്റുന്നത്? നീതിമാനായ യൗസേപ്പിന് എങ്ങനെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റും? നമ്മൾ അതിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യ നൂറ്റാണ്ട് തൊട്ട് ഇതിനെക്കുറിച്ച് 3 തിയറീസ് ഉണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രബലമായി നിന്നിരുന്ന 3 തിയറീസ്. ഒന്നാമത്തെ തിയറി സസ്പീഷ്യൻ തിയറി. അതായത് യൗസേപ്പ് പ്ലാൻ ചെയ്യുന്ന ഈ കാര്യമില്ലേ, അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ പ്ലാനിനെ കുറിച്ചുള്ള 3 തിയറികളാണ്. ഒന്നാമത്തത് സസ്പീഷ്യൻ തിയറി എന്ന് വെച്ചാൽ സംശയമാണ് ഇതിന്റെ കോർ. സംശയം എന്താന്ന് വെച്ചാൽ അവിടെ യൗസേപ്പ് സംശയിക്കുന്നത് ഒരു അവിഹിത ഗർഭം, വ്യഭിചാരത്തിന്റെ സാധ്യത. ഈ തിയറിയാണ് കേട്ടോ. ഇത് നിങ്ങൾ ആരും ഒഫൻഡ് ആകരുത്. ഇങ്ങനൊരു തിയറി ഉണ്ടായിരുന്നു, സസ്പീഷ്യൻ തിയറി, ഒരു അവിഹിത ഗർഭത്തിന്റെ സാഹചര്യം. അപ്പോൾ ആ നേരത്ത് യൗസേപ്പ് ചിന്തിക്കുന്നു, നിയമം എന്താണ്? നിയമം അനുസരിച്ച് അവിഹിത ഗർഭം പേറുന്നവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. എന്നാൽ അത്തരം ഒരു സിറ്റുവേഷനിൽ യൗസേപ്പ് നീതിമാനാകയാൽ മറിയം അങ്ങനെ അപമാനിതയാകണ്ട, എറിയപ്പെടുന്ന അവസ്ഥയിൽ മറിയം പോകണ്ട എന്നോർത്ത് ശാന്തമായി അവളെ അങ്ങ് ഡിവോഴ്സ് ചെയ്യാമെന്ന് യൗസേപ്പ് വിചാരിക്കുന്നു. ഉപേക്ഷിക്കാൻ യൗസേപ്പ് തീരുമാനിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ തിയറി, സസ്പീഷ്യൻ തിയറി. ഇത്തരം ഒന്ന് നമ്മളും ചിലപ്പോൾ എവിടെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകാൻ തരമുണ്ട്. രണ്ടാമത്തത് ദ സ്റ്റൂപെഫാക്ഷൻ തിയറി. നിങ്ങൾ ഞെട്ടരുത്, ദൈവം ഇതെന്ത് ഐറ്റമാണ്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. സ്റ്റൂപെഫാക്ഷൻ മീൻസ്
സ്തംഭിച്ചുപോയി. യൗസേപ്പ് ഈ അറിവിൽ, ഈ വാർത്തയിൽ ഞെട്ടി പരിഭ്രമിച്ച് തരിച്ച് നിന്നുപോയി. എന്താ ഏതാണെന്ന് യൗസേപ്പിന് ഒരു വ്യക്തത കിട്ടുന്നില്ല. ഈ രണ്ടാമത്തെ തിയറിയിൽ, സ്റ്റൂപ്പെഫാക്ഷൻ തിയറിയിൽ, മറിയത്തിന്റെ നിഷ്കളങ്കതയെ യൗസേപ്പ് സംശയിക്കുന്നില്ല. സംശയത്തിന്റെ സാധ്യത മാറി. മറിയം ഒരു തെറ്റ് ചെയ്തു എന്ന് യൗസേപ്പ് ചിന്തിക്കുന്നില്ല രണ്ടാമത്തെ തിയറിയിൽ. പക്ഷേ യൗസേപ്പ് പരിഭ്രമിച്ചു പോയി, വെപ്രാളപ്പെട്ടു പോയി. ആ വെപ്രാളപ്പെടലിൽ യൗസേപ്പ് എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് എന്ത് മാറുന്നു? കൺഫ്യൂസ്ഡ് ആയ യൗസേപ്പ് എടുക്കുന്ന തീരുമാനം ഡിവോഴ്സ് ചെയ്യാം, ഉപേക്ഷിക്കാം. അപ്പൊ രണ്ട് തിയറികൾ നമ്മൾ കണ്ടു. ഒന്നാമത്തത് സസ്പീഷ്യൻ തിയറി. അവിടെ മറിയത്തിന് ഒരു തെറ്റുപറ്റി എന്ന് വിചാരിക്കുന്നു, അവിഹിതത്തിന്റെ സാഹചര്യം കാണുന്നു. പക്ഷെ യൗസേപ്പ് നീതിമാനാകിയാൽ ഉപേക്ഷിക്കേണ്ട എന്ന് വിചാരിച്ച്, യൗസേപ്പ് നീതിമാനാകിയാൽ ആ നിയമത്തിന് ഇട്ടുകൊടുക്കണ്ട, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണ്ട എന്ന് വിചാരിച്ച് രഹസ്യത്തിൽ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നു. രണ്ടാമത്തത് സ്റ്റൂപ്പെഫാക്ഷൻ, സ്തംഭിച്ചു നിന്നുപോയി. അവിടെ ആ തിയറി അനുസരിച്ച് മറിയത്തെ തെറ്റുകാരിയായ യൗസേപ്പ് കാണുന്നില്ല, യൗസേപ്പ് കുറ്റക്കാരിയായി കാണുന്നില്ല. പക്ഷെ യൗസേപ്പിന് പരിഭ്രമം മൂലം, കൺഫ്യൂഷൻ മൂലം ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഒടുക്കമെടുക്കുന്ന തീരുമാനമാണ് ഡിവോഴ്സ്, ഉപേക്ഷിക്കാം. മൂന്നാമത്തെ തിയറി ദ റെവറൻസ് തിയറി. എന്ന് വെച്ചാൽ എന്താ? ആദരവിന്റെ തിയറി, ബഹുമാനത്തിന്റെ തിയറി. എന്താ അത്? ഇവിടെ മറിയത്തിന്റെ പ്യൂരിറ്റിയെ കുറിച്ച്, മറിയത്തിന്റെ ഇന്നസെൻസിനെ കുറിച്ച്, മറിയത്തിന്റെ ശുദ്ധതയെക്കുറിച്ച്, മറിയത്തിന്റെ നിഷ്കളങ്കതയെക്കുറിച്ച് യൗസേപ്പിന് തെല്ലും സംശയമില്ല. യൗസേപ്പിന് ഒരു സംശയമില്ല മറിയത്തിന്റെ പ്യൂരിറ്റിയെ, ഇന്നസെൻസിനെ കുറിച്ച്. പിന്നെന്താ? മറിയത്തിന് അവന്റെ യോഗ്യതയെക്കുറിച്ചാണ് സംശയം, അവന്റെ വർത്തിനെസ്സിനെ കുറിച്ച്. താൻ അയോഗ്യനാണ് എന്തിന്? ഇതിനെ സമീപിക്കാൻ. യൗസേപ്പിന് മനസ്സിലാകുന്നു, ഇത് ദൈവിക രഹസ്യമാണ് ഞാൻ കൺമുമ്പിൽ കാണുന്നത്, ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക രഹസ്യമാണ്, ഡിവൈൻ മിസ്റ്ററിയാണ്. അതിനെ സമീപിക്കാൻ, അതിൻ്റെ അടുത്തോട്ട് നിൽക്കാൻ താൻ അയോഗ്യനാണെന്ന് കണ്ട് യൗസേപ്പ് ഹീസ് മൂവിങ് ഔട്ട് ഓഫ് ദ പിക്ചർ, ചിത്രത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അതൊരു അകലം പാലിക്കുകയാണ്. ഇവിടെ ഡിവോഴ്സ് അല്ല, ഇവിടെ ഉപേക്ഷിക്കലല്ല, ഇവിടെ എന്താണ്? ഇവിടെ അകലം പാലിക്കുന്നു. യൗസേപ്പ് ഈ രഹസ്യത്തോട് അകലം പാലിക്കുന്നു. റെവറൻസ് തിയറി. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം 3 തിയറികൾ മനസ്സിലായി. ഇനി അപ്പൊ നമുക്കൊരു ചോദ്യം വരും. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവര്, ഇത്രയും എത്തിയവർ ഉടനെ ചോദിക്കാൻ സാധ്യതയുള്ളത്, എന്തുകൊണ്ട് ഇങ്ങനെ 3 തിയറിയൊക്കെ ഉണ്ട്? എന്താ അതിന്റെ കാരണം? ഇതിന്റെ കാരണം ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് ഒരു ഗ്രീക്ക് വേർഡ് കാരണമാണ്. അപ്പോളുവോ എന്ന വാക്കാണ്. അപ്പോളുവോ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോളുവോ എന്ന വാക്കിന് പല അർത്ഥങ്ങളാകാം. ഉദാഹരണത്തിന് വേർപിരിയുക, ഉപേക്ഷിക്കുക, മറയ്ക്കുക, മറഞ്ഞു നിൽക്കുക, അകലം പാലിക്കുക എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട്. അപ്പോളുവോ എന്ന ഈ വാക്ക് എങ്ങനെ തർജിമ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇതിൻ്റെ പല അർത്ഥങ്ങൾ ഉപേക്ഷിക്കൽ, വേർപിരിയൽ, മറഞ്ഞു നിൽക്കൽ, അകലം പാലിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട്. എന്താ സംഭവിച്ചത് പല തർജിമകളിലും എങ്ങനെ അതിനെ തർജിമ ചെയ്തു? ഡിവോഴ്സ് ആയിട്ട്, ഉപേക്ഷിക്കലായിട്ട് അതിനെ തർജിമ ചെയ്തു. അതാണ് സംഭവിച്ചത്. എന്നാൽ ഇന്ന് യൗസേപ്പിനെ കുറിച്ച് വളരെ മെച്ചപ്പെട്ട ഒരു ദൈവശാസ്ത്രം രൂപപ്പെട്ടു വരുന്ന കാലത്ത്, യൗസേപ്പിനെ കുറിച്ച് നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു കാലത്ത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, യൗസേപ്പ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നതിനെ പുനർപരിശോധിക്കണം, അതിനെ റീ എക്സാമിൻ ചെയ്യണം. അങ്ങനെ വരാൻ തരമില്ല. നീതിമാനായ യൗസേപ്പ് എങ്ങനെ മറിയത്തെ ഉപേക്ഷിക്കാൻ ചിന്തിക്കും? ദൈവം കൂട്ടിയോജിപ്പിച്ച വിവാഹത്തിൽ നിന്ന് എങ്ങനെ ഒരു വേർപിരിയൽ, നീതിമാനായ ദൈവതിരിഹിതം നിറവേറ്റുന്ന യൗസേപ്പ് എങ്ങനെ ചിന്തിക്കും, ആഗ്രഹിക്കും? അപ്പോൾ അടുത്ത വരുന്ന ചോദ്യമുണ്ട്, അപ്പൊ 2000 വർഷത്തെ തർജിമ തെറ്റാണെന്ന് വരുമോ? 2000 വർഷത്തെ ആ ഉപേക്ഷിക്കൽ, ഡിവോഴ്സ് കൺസെപ്റ്റ് തെറ്റാണെന്ന് വരുമോ? അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തവർ they were not biased. അവരൊരു ദുരുദ്ദേശത്തോടു കൂടിയല്ല, ഒരു മോശം ഇന്റൻഷനോടു കൂടിയല്ല അതിനെ അങ്ങനെ തർജിമ ചെയ്തത് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിനകത്ത് അവര് ഒരു കള്ളത്തരം കാണിച്ചതല്ല, ബയസ്ഡ് ആയതല്ല, മറിച്ച് യൗസേപ്പിനെ കുറിച്ച്, യൗസേപ്പിന്റെ സുഹൃതങ്ങളെ കുറിച്ച്,
ഇത്രയൊന്നും ധാരണയില്ലാതിരുന്ന, ഇത്രയും ദൈവശാസ്ത്ര വളർച്ച യൗസേപ്പിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഉണ്ടാകാതിരുന്ന ഒരു കാലത്ത് അപ്പോളൂവോ എന്ന വാക്കിനെ തർജിമ ചെയ്ത് ഇങ്ങനെ വെച്ചു. അപ്പോളൂവോ എന്ന വാക്കിന് ഇങ്ങനെ തർജിമ ചെയ്യാനുള്ള എല്ലാ കാര്യമുണ്ട്, ആ അർത്ഥവും അതിനുണ്ട്. അങ്ങനെ ചെയ്തു പോയി. അപ്പൊ അതങ്ങനെ തുടർന്നു വന്നു. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ചരിത്രത്തെ തിരുത്താൻ നമുക്കാകില്ല, ഭൂതകാലത്തെ മാറ്റാൻ നമുക്കാകില്ല. പിന്നെന്ത് ചെയ്യാം? മുന്നോട്ട് നോക്കാം. ഭാവിയിലേക്ക് ഒരു ദിശാബോധം, ഒരു വ്യക്തത നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിസ്വാഭാവിക സുഹൃതമുള്ള ഒരു യൗസേപ്പ്, കുടുംബങ്ങളുടെ കാവൽക്കാരനായ ദമ്പതികൾ മധ്യസ്ഥനായി സ്വീകരിക്കുന്ന യൗസേപ്പ്, പിശാചുകൾ ഭയക്കുന്ന നീതിമാനായ യൗസേപ്പ് ഒരിക്കലും തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ ചിന്തിക്കില്ല. ഒരു ഡിവോഴ്സിനെ കുറിച്ച്, ഒരു വേർപിരിയലിനെ കുറിച്ച് യൗസേപ്പ് ചിന്തിക്കില്ല എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഈ യൗസേപ്പിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിൻ്റെ വളർച്ച നമ്മളെ അതിന് സഹായിക്കുകയാണ്. അതായത് ദൈവം നൽകിയ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ, ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരാളായിട്ടല്ല യൗസേപ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം കൂട്ടിയോജിപ്പിച്ച തൻ്റെ ജീവിത പങ്കാളിയെ, തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ, രഹസ്യത്തിലോ പരസ്യത്തിലോ, ഹൂ കെയേഴ്സ്, ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരാളായിട്ടല്ല നമ്മൾ യൗസേപ്പിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ കാര്യം? നീതിമാനാണ് യൗസേപ്പ്. നീതിമാൻ ആരാണെന്ന് ആദ്യമേ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞു. ദൈവതിരഹിതം നിറവേറ്റുന്നവൻ നീതിമാൻ. അപ്പോ മലാക്കിയുടെ പുസ്തകം, ബൈബിൾ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് എടുത്ത് വായിക്കുന്ന നല്ലതാണ്. മലാക്കി പുസ്തകം 2:16. മലാക്കി 2:16 ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ദൈവതിരഹിതം നിറവേറ്റുന്ന നീതിമാനായ യൗസേപ്പ് എങ്ങനെ ദൈവം വെറുക്കുന്ന ഒരു കാര്യം ചെയ്യും? ദൈവം വെറുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. അവളെ ഉപേക്ഷിക്കാൻ എങ്ങനെ യൗസേപ്പിന് ചിന്തിക്കാൻ പറ്റും? ചിന്തിക്കാൻ പോലും പറ്റില്ല യൗസേപ്പിന്. അത്രമേൽ അവൻ നീതിമാനാണ്. ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയട്ടെ, ഇതിന്റെ ബാക്കി ടോക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ ഒരു ഇടയ്ക്ക് നമ്മളിങ്ങനെ ചേർത്ത് വെക്കുമല്ലോ ചില കാര്യങ്ങളെ, കാരണം ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഞാൻ ഇത്രയും ഉപേക്ഷിച്ചതല്ല, അല്ലെങ്കിൽ വിവാഹമോചനമല്ല ഇവിടുത്തെ സാഹചര്യമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എനിക്കറിയാം എന്നെ കേൾക്കുന്നവരിൽ കുറച്ചു പേരെങ്കിലുമൊക്കെ ഡിവോഴ്സ്ഡ് ആയവര് ഉണ്ട്, വിവാഹമോചിതരായവര് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ വായിച്ച വാക്യമൊക്കെ അവരെ വല്ലാണ്ടൊരു പാനിക്, ഒരു പെയിൻ അവർക്ക് സമ്മാനിക്കുന്നുണ്ട്. മലാക്കി പുസ്തകം 2:16, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. വിവാഹമോചിതരായവരോട്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവര്, അവരോട് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് വെറുക്കുന്നത് വിവാഹമോചനത്തെയാണ്, നിങ്ങളെ അല്ല. കർത്താവ് വെറുക്കുന്നത് വിവാഹമോചനത്തെയാണ്, നിങ്ങളെ അല്ല എന്ന് തിരിച്ചറിയുക. നിങ്ങളെ കർത്താവ് വെറുക്കുന്നില്ല പ്രിയമുള്ളവരെ. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നമുക്കറിയാം കത്തോലിക്ക തിരുസഭയിൽ വിവാഹമോചനം എന്നൊന്നില്ല, അന്നൾമെന്റ് ആണുള്ളത്. വിവാഹം തന്നെ നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ വിവാഹമോചനത്തിന്റെ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, ലീഗൽ വിവാഹമോചനത്തെ അംഗീകരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ, വിവാഹമോചനത്തിന് വേണ്ടി ഒരാൾ ആഗ്രഹിച്ചു എന്നതുകൊണ്ടോ, ഒരാൾ വിവാഹമോചിതനായി, വിവാഹമോചിതയായി എന്നതുകൊണ്ട് മാത്രം ഒരാളെ പാപിയാണെന്ന് വിധിക്കാൻ പറ്റില്ല. അത് ഓരോ പ്രത്യേക സർക്കംസ്റ്റൻസസ് ആണ് അത്തരം കാര്യങ്ങൾ. അത് നമുക്ക് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പം ഞാൻ ഈ വിഷയം എടുത്തിടാൻ കാര്യം, വിവാഹമോചിതരായവർ ഇത് കേൾക്കുമ്പോൾ നിങ്ങളിത് സങ്കടത്തോടെയോ ചങ്ക് പിടഞ്ഞോ കേൾക്കണ്ട. നിങ്ങൾ ഇത്ര ഓർക്കുക, കർത്താവ് വെറുക്കുന്നത് വിവാഹമോചനത്തെയാണ്, നിങ്ങളെയല്ല. നിങ്ങളെ കർത്താവ് എപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ഇത് കേൾക്കണം. തിരിച്ചു വരാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ കുറച്ചു നേരമായി സ്ഥാപിച്ചത്, യൗസേപ്പ് അവളെ ഉപേക്ഷിക്കാനല്ല തീരുമാനിച്ചത്, വിവാഹമോചനമല്ല, ഡിവോഴ്സ് അല്ല ഇവിടുത്തെ വിഷയമെന്ന് നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കുകയായിരുന്നു. അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. സിമ്പിൾ ലോജിക്. യൗസേപ്പിനത് പറ്റില്ല. കൃപ നിറച്ച നീതിമാനായ യൗസേപ്പിനത് പറ്റില്ല. അപ്പൊ നമ്മൾ അന്വേഷിക്കും, പിന്നെ എന്താ ഇവിടെ നടന്നത്? അതിന്റെ ഉത്തരം, ആദരവ് കലർന്ന ഒരു അകലം പാലിക്കാൻ യൗസേപ്പ് തീരുമാനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ആദരവ് കലർന്ന, ഔട്ട് ഓഫ് റെവറൻസ്, സെൻസ് ഓഫ് സീക്രട്ട്നെസ് എന്ന് പറയത്തില്ലേ,
പരിശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ ആ പരിശുദ്ധിയോട് ഒരല്പം അകലം പാലിക്കാൻ യൗസേപ്പ് തീരുമാനിച്ചു. അതിനെക്കുറിച്ച് സഭാപിതാവായ ഒരിജന്റെ ഡീറ്റെയിൽഡ് പഠനമുണ്ട്. ഒരിജൻ പറയുന്നത് ഇങ്ങനെയാണ്: യൗസേപ്പിന് മനസ്സിലായി ഇത് രഹസ്യമാണ്, ഡിവൈൻ മിസ്റ്ററിയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ഭാര്യ ഗർഭിണിയായി കാണപ്പെടുന്നു. യൗസേപ്പിന് മനസ്സിലായി ഇത് ദൈവിക മേഖലയാണിത്, ദൈവിക രഹസ്യമാണിത്. അപ്പൊ യൗസേപ്പിന് തിരിച്ചറിവ് കിട്ടുന്നു, ഐ ആം അൺവർത്തി ടു അപ്രോച്ച്. അതിനെ സമീപിക്കാൻ, ആ ദൈവിക രഹസ്യത്തെ മറിയത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവൾ ഗർഭിണിയാണ് എന്നത് അവളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവിക രഹസ്യമാണ്, അതിനെ സമീപിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന തിരിച്ചറിവോടെ യൗസേപ്പ് അകലം പാലിക്കുകയാണ്. എന്നിട്ട് ഈ പിതാവ് പറഞ്ഞു തരികയാണ്, ഒരിജൻ പറഞ്ഞു തരുന്നത്, പത്രോസ് ഏതു മനസ്സോടെയാണോ കർത്താവെ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണേ എന്ന് പറഞ്ഞത്, അതേ മനസ്സോടെ യൗസേപ്പ് മറിയത്തിൽ നിന്ന് അകലം പാലിക്കാൻ തീരുമാനിച്ചു. ശതാധിപൻ ഏത് മനസ്സോടെയാണോ ഈശോയോട് കർത്താവെ അങ്ങന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് അരുളി ചെയ്താൽ മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞത്, അതേ അയോഗ്യതാ ബോധത്തോടെ യൗസേപ്പ് മറിയത്തിൽ നിന്ന് അകലം പാലിക്കാൻ തീരുമാനിക്കുന്നു. ഏത് ആദരവോടെയാണോ എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ എന്ത് സുകൃതം ചെയ്തു എന്ന് ചോദിച്ചുവോ, അതേ ആദരവോടെ യൗസേപ്പ് മറിയത്തെ ആദരിക്കുന്നു, അകലം പാലിക്കുന്നു. ഇതാണ് സംഭവിച്ചതെന്ന്. ഇനിയുമുണ്ട്. സഭാപിതാവായ അപ്രയം പറയുന്നത് ഇങ്ങനെയാണ്: യൗസേപ്പ് മറിയത്തെ അകറ്റി നിർത്തുകയാണ്. യൗസേപ്പ് മറിയത്തെ അകറ്റി നിർത്തുന്നത് രക്ഷകന്റെ അപ്പനെന്ന് വിളിക്കപ്പെടാനുള്ള തൻ്റെ അയോഗ്യതാബോധത്താലാണ്. അവളോട് ചേർന്ന് നിന്നാൽ അവളിൽ നിന്ന് പിറന്നു വീഴുന്ന ദൈവപുത്രന്റെ രക്ഷകന്റെ അപ്പനെന്ന് ഞാൻ വിളിക്കപ്പെടും. പാപിയായ എനിക്ക് അതിന് യോഗ്യതയില്ല. അങ്ങനെ ഒരു പാപം, എങ്ങനെ ഒരു പാപം? രക്ഷകന്റെ അപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന പാപം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് യൗസേപ്പ് മാറി നിന്നത്. ആ ഭയത്താലെയാണ്. എന്നിട്ട് അപ്രയം പിതാവ് പറയുകയാണ്, അതുകൊണ്ടാണ് ദൂതൻ വന്നിട്ട് പറഞ്ഞത്, ആ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ഭയപ്പെടേണ്ട, നീ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞത്. ഇത്തരമൊരു ഭയമാണ് യൗസേപ്പിന്റെ ഉള്ളിൽ കിടന്നത്. ഇനി സുവർണനാവുള്ള ജോൺ ക്രിസോസ്തോം പറയുന്ന എങ്ങനെയെന്നറിയാമോ? അദ്ദേഹം പറയുന്ന ആ വാക്യം ധ്യാനമാണ് നമുക്ക്. അദ്ദേഹം പറയുന്നത്, മറിയം പാപം ചെയ്യും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ യൗസേപ്പിന് ചിന്തിക്കാൻ ഇഷ്ടം പുരുഷ സാമീപ്യം കൂടാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കും എന്നാണ്. അതായത് പുരുഷ സാമീപ്യം കൂടാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമെന്ന് അത് അസംഭവ്യമാണ്, ചരിത്രത്തിൽ നടന്നിട്ടില്ല. അത് യൗസേപ്പ് വിശ്വസിക്കും. കാരണം എന്താ? എന്നാൽ ഒട്ടും വിശ്വസിക്കില്ല മറിയം പാപം ചെയ്യുമെന്ന്. മറിയം അവൾ കറയില്ലാത്തവളാണെന്ന് ഭൂമിയിൽ യൗസേപ്പിനെ പോലെ മറ്റാർക്കറിയാം? ജോൺ ക്രിസോസ്തോം തിരുമേനി പറയുന്നതാണത്. ജോൺ ക്രിസോസ്തോം പിതാവ് പറയുന്നതാണത്. യൗസേപ്പ് ചിന്തിക്കുന്നത് മറിയം പാപം ചെയ്യുന്നതിനേക്കാൾ എളുപ്പം, മറിയം പാപം ചെയ്യുന്നതിനേക്കാൾ സാധ്യം ഏതാണ്? പുരുഷ സാമീപ്യം കൂടാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതാണ്. ഇനിയുമുണ്ട്. സെയിന്റ് റൊമാനൂസ് എന്ന 6-ാം നൂറ്റാണ്ടിലെ ഒരു കവി, സെയിന്റ് റൊമാനൂസ്. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. സെയിന്റ് റൊമാനൂസ് എന്ന 6-ാം നൂറ്റാണ്ടിൽ ഈ കവി ഇതിനെക്കുറിച്ച് പറയുന്നത്, അതായത് യൗസേപ്പ് ഈ അകലം പാലിക്കുന്നില്ലേ, നമ്മൾ പറയുകയായിരുന്നു, നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ഉപേക്ഷിക്കലല്ല, ഇത് ഡിവോഴ്സ് അല്ല, ആദരവ് കലർന്ന അകലം പാലിക്കുന്നു യൗസേപ്പ് മറിയത്തിൽ നിന്ന്. അതിനെക്കുറിച്ച് ഈ സെയിന്റ് റൊമാനൂസ് പറയുന്നത് ഇങ്ങനെയാണ്: മോശ കത്തുന്ന മുൾപടർപ്പിനെ സമീപിച്ചതുപോലെയാണ് യൗസേപ്പ് മറിയത്തെ സമീപിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ എന്തൊരു ചിന്തയാത്! ശരിക്കും അങ്ങനെയാണ്. കാരണം കത്തിയിട്ടും മുൾപടർപ്പ് ചാമ്പലായി പോകുന്നില്ല, പ്രസവിച്ചിട്ടും അവളുടെ കന്യകാത്വം മാറുന്നില്ല. അത്ഭുതമാണത്, അത്ഭുതമാണ്. കത്തുന്ന മുൾപടർപ്പാണ് മറിയം. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കവിതയിൽ യൗസേപ്പ് മറിയത്തെ നോക്കി പറയുന്നത് പോലെ ഇദ്ദേഹം കവിത എഴുതിയിരിക്കുകയാണ്: നിന്നെ പൊതിയുന്ന അഗ്നി എന്നെ ഭയപ്പെടുത്തുന്നു. ആ അഗ്നി എന്നെ വിഴുങ്ങിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ അഗ്നിയിൽ ഞാൻ ഉരുകി ചാമ്പലായി പോകുമോ എന്ന് എനിക്ക് പേടി വരുന്നു. യൗസേപ്പ് മറിയത്തോട് പറയുകയാണ്, മറിയമേ, നിന്നെ സമീപിക്കുമ്പോൾ എൻ്റെ പാദരക്ഷകൾ ഞാൻ അഴിച്ചു വെക്കണമോ? മുൾപടർപ്പേ, കത്തുന്ന മുൾപടർപ്പേ, നിന്നെ സമീപിക്കുമ്പോൾ എൻ്റെ
കാലിലെ പാദരക്ഷകൾ ഞാൻ അഴിച്ചു മാറ്റണമോ എന്ന് ചോദിച്ചു യൗസേപ്പ് മറിയത്തെ സമീപിക്കുന്നത് ഈ സെയിന്റ് റൊമാനൂസ് എന്ന കവി അവതരിപ്പിക്കുകയാണ്. ഇനിയാണ് മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഓർത്തേക്കരുത്, തൻ്റെ ഭാര്യയായ മറിയത്തോട് ആദരവ് കലർന്ന ഈ ഭയത്താലെ യൗസേപ്പ് അകലം പാലിക്കുന്നത് അത്ര എളുപ്പമാണെന്ന്. അല്ല, അത്ര എളുപ്പമല്ല. കാരണം മറിയം ആരാ? യൗസേപ്പിന്റെ ഭാര്യയാണ്. യൗസേപ്പിന്റെ ഭാര്യയാണ്. തൻ്റെ പ്രിയപ്പെട്ടവളോടാണ് യൗസേപ്പ് അകലം പാലിക്കാൻ പോകുന്നത്. അത് യൗസേപ്പിന് ഒരു മെന്റൽ ടോർച്ചറിങ് കൊടുക്കുന്നുണ്ട്, ഒരു പീഡ സമ്മാനിക്കും തീർച്ചയായിട്ടും. അതാണ് ആ സമർപ്പണം. എന്താ കാര്യം? എന്നിട്ടും യൗസേപ്പ് എന്താ അതിന് മുതിരുന്നത്? കാരണം യൗസേപ്പിന് ഒന്നാം സ്ഥാനത്ത് ദൈവം യൗസേപ്പിന് മനസ്സിലാക്കുന്നു അത് ദൈവമേഖലയാണ്. ആ ദൈവമേഖലയെ സമീപിക്കാൻ ഞാൻ ആളല്ല. യൗസേപ്പ് സ്വയം സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, യൗസേപ്പ് ബലിയർപ്പിക്കുകയാണ് ഇവിടെ. സ്വന്തം അഹത്തെ, സ്വന്തം അഹംബോധത്തെ, സ്വന്തം പുരുഷത്വത്തെ യൗസേപ്പ് ബലിയായി കൊടുക്കുകയാണ്. പഴയ നിയമത്തിൽ ഏത് പൂർവ്വപിതാവും ഏത് പ്രവാചകന്മാരും അർപ്പിച്ച ബലിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു ബലി യൗസേപ്പ് അർപ്പിക്കുകയാണ്. വിശ്വാസികളുടെ പിതാവ് എന്ന് നമ്മൾ വിളിച്ചാതിരിക്കുന്ന അബ്രാഹത്തോട് കർത്താവ് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ഏകമകനായ ഇസഹാക്കിനെ. എന്നാൽ ഇവിടെ യൗസേപ്പിനോട് കർത്താവ് ബലിയാക്കാൻ ആവശ്യപ്പെട്ടത് സ്വയം ആത്മദാനത്തിന്റെ ബലിയർപ്പണം നടത്തുകയാണ് യൗസേപ്പ്. സ്വയം മുറിച്ചു നൽകി അവൻ ബലിയർപ്പിക്കുകയാണ്. എന്തിന്? ദൈവത്തെ പ്രതി, ദൈവമേഖലയോട്, ദൈവിക രഹസ്യങ്ങളോട് അവൻ പുലർത്തുന്ന ആദരവ് കർത്താവിന് ഒന്നാം സ്ഥാനം. അത്തരമൊരു ആത്മദാനത്തിന്റെ ബലിയർപ്പണം നടത്തുന്ന യൗസേപ്പ് വളർത്തിയ മകനാണ് കാൽവരിയിൽ ആത്മദാനത്തിന്റെ മൂർത്തരൂപമായി ബലിയർപ്പണം നടത്തിയതെന്ന് ഓർക്കണേ. യൗസേപ്പിന്റെ ബലിയുടെ തുടർച്ചയും അതിന്റെ പൂർണ്ണതയും കാണുകയാണ് നമ്മൾ കാൽവരിയിൽ. ആത്മദാനത്തിന്റെ, സെൽഫ് സാക്രിഫൈസിന്റെ ബലിയർപ്പണം. ഇനി ഇങ്ങനെ നിൽക്കുന്ന യൗസേപ്പിന്റെ അടുത്തേക്കാണ് ദൂതൻ വന്നിട്ട് പറയുന്നത്, ദാവീദിന്റെ പുത്രനായ യൗസേപ്പ് എന്ന് പറഞ്ഞാണ് ദൂതൻ യൗസേപ്പിനെ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ ആ ഭാഗം ബൈബിളിൽ കണ്ടാൽ നല്ലത്. അത് വാക്യം എത്രയാ? 20. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. നിങ്ങൾക്ക് കാര്യം അറിയാമോ? പുതിയ നിയമത്തിൽ 17 പ്രാവശ്യം ഈശോയെ വിളിക്കുന്ന പേരാണ് ദാവീദിന്റെ പുത്രൻ. ദാവീദിന്റെ പുത്രൻ ആരാ? ഈശോയെ അല്ലാതെ മറ്റാരെയെങ്കിലും ആ പേരുകൊണ്ട് പുതിയ നിയമം അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദാ ഇവിടെ യൗസേപ്പിനെ മാത്രമാണ്. ദാവീദിന്റെ പുത്രൻ യൗസേപ്പ്. എന്താ കാര്യം? ആ യൗസേപ്പിനെ ഓർമ്മിപ്പിക്കുകയാണ്. ആ റോയൽ തുടർച്ചയിലേക്കാണ്, രാജകുടുംബത്തിലേക്ക്, രാജവംശത്തിലേക്ക്, ആ റോയൽ ലീനിയേജിലേക്കാണ് ആര് വന്ന് പിറക്കേണ്ടത്? മിശിഹ വന്ന് പിറക്കേണ്ടത്. നീ ദാവീദിന്റെ പുത്രൻ യൗസേപ്പ്, നിന്റെ മകനായി വേണം ലോകം ആരെ കാണേണ്ടത്? മിശിഹ തമ്പുരാനെ കാണേണ്ടത്. യൗസേപ്പിന്റെ മകനായി അവനെ കാണണം. അപ്പൊ ദാവീദ് രാജാവിൻ തുടർച്ച മിശിഹായിൽ എത്തി നിൽക്കും. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് അങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. 2 സാമുവേൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആർക്ക് ഓഫ് കവനന്റ്, വാഗ്ദാന പേടകം ദാവീദ് എടുത്തുകൊണ്ട് വരാൻ പോകുമ്പോൾ ദാവീദിന് ഒരു വേള ഭയമായിട്ട്, വാഗ്ദാന പേടകത്തെക്കുറിച്ച് ദാവീദിന് ഭയം രൂപപ്പെടുന്നു. എന്നിട്ട് ഹിത്യനായ ഒബാദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം വാഗ്ദാന പേടകം അവിടെ വെച്ചിട്ട് തൻ്റെ നഗരത്തിലേക്ക്, തൻ്റെ സിറ്റിയിലേക്ക് വാഗ്ദാന പേടകത്തെ കൊണ്ടുവരുവാൻ ദാവീദ് ഭയപ്പെട്ട് ഈ പറഞ്ഞ ഹിറ്റൈറ്റായ ഒബാദ് ഏദോമിന്റെ വീട്ടിൽ വാഗ്ദാന പേടകം വെച്ചിട്ട് പോവുകയാണ്. അന്ന് ദാവീദിന് പറ്റിയ ആ മണ്ടത്തരം, ആ അമളി ദാവീദിന്റെ മകനായ യൗസേപ്പിന് പറ്റാതിരിക്കാൻ, വാഗ്ദാന പേടകത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് നിനക്ക് ശങ്ക വേണ്ട, മടി വേണ്ട എന്ന് സ്വർഗം യൗസേപ്പിനെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഏതാണ് വാഗ്ദാന പേടകം? മറിയം. വാഗ്ദാന പേടകത്തെ സ്വീകരിക്കാൻ ദാവീദ് മടിച്ചെങ്കിൽ ഇന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ് യൗസേപ്പിനെ, ദാവീദിന്റെ പുത്രനായ യൗസേപ്പേ, വാഗ്ദാന പേടകത്തെ സ്വീകരിക്കാൻ നീ മടിക്കേണ്ട. നിന്നെ ഞാൻ അതിന് കൃപ കൊണ്ട് ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ട് യൗസേപ്പേ. നീ നീതിമാൻ ആണ്. ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ ആഗ്രഹമുള്ള നിനക്ക്
വാഗ്ദാന പേടകത്തിന്റെ സമീപത്ത് നിൽക്കാൻ ഞാനിതാ നിനക്ക് അവകാശം തരികയാണ്. ഇതാണ് പ്രിയമുള്ളവരെ ആ രംഗം മുഴുവൻ നമ്മൾ ധ്യാനിച്ചെടുക്കും മനസ്സിലാക്കേണ്ടത്. നീതിമാനായ യൗസേപ്പിന് മറിയത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഒരു ഡിവോഴ്സിനെ കുറിച്ച് യൗസേപ്പിന് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെന്താ യൗസേപ്പ് ചെയ്തത്? ആദരവ് കലർന്ന അകലം. ജീവിതത്തിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലും ദൈവതിരഹിതത്തെ ധ്യാനിക്കാൻ യൗസേപ്പ് സമയം കണ്ടെത്തിയത് കൊണ്ടാണ് ഒരു തെറ്റായ തീരുമാനമെടുക്കാതെ, തൻ്റെ ഭാര്യയാണ് ഗർഭിണിയായി കാണപ്പെട്ടത്, ആ നേരത്തും ഒരു തെറ്റായ തീരുമാനമെടുക്കാതെ ദൈവതിരഹിതം വെളിപ്പെടുവോളം യൗസേപ്പ് കാത്തിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ യൗസേപ്പ് പഠിപ്പിക്കുന്ന പാഠം, നമുക്കും പറ്റുന്നത് എല്ലാം സുഖകരമെന്ന് പോകുമ്പോൾ സന്തോഷം, എന്നാൽ ക്രമം തെറ്റുന്നൊരു കാര്യം നടക്കുമ്പോൾ, ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ പരിഭ്രാന്തരായി പോകുന്നു. ഒന്നുകിൽ നമ്മൾ പഠിച്ച ആ തിയറിയിൽ ഒന്നാമത്തെ തിയറി പോലെ ആയി പോകുന്നു, സസ്പീഷ്യൻ തിയറി, മറ്റുള്ളവരിൽ നമ്മൾ പെട്ടെന്ന് കുറ്റം കണ്ടുപോകും. രണ്ടാമത്തത് സ്റ്റൂപെഫാക്ഷൻ, സ്തംഭിച്ചു പോകും, നമ്മൾ വെപ്രാളപ്പെട്ട് തീരുമാനമെടുക്കും. ഇത് രണ്ടുമല്ല വേണ്ടത്. ആദരവോടെ കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടാൻ കാത്തിരിക്കണം പ്രിയമുള്ളവരെ. കുറെ കൂടെ കമ്പോസ്ഡ് ആയിട്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള തിരിച്ചറിവ്, വിവേകവും കൃപയും നമുക്ക് ലഭിക്കാൻ യൗസേപ്പിന്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് കലഹങ്ങളിലും ഭിന്നതകളിലുമായിരിക്കുന്ന കുടുംബങ്ങളെ, യൗസേപ്പിന്റെ വലിയ മാധ്യസ്ഥ്യം വഴി ദൈവതിരഹിതമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ആ കുടുംബങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.